മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചന പഠനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം സെലിബ്രേറ്റിംഗ് ദ ഗുഡ് ന്യൂസ്, സദ്വാർത്ത ആഘോഷിക്കുന്നു. പ്രസംഗക്കുറിപ്പ്, ഈ വചന പഠനത്തിന് വേണ്ടി തയ്യാറാക്കിയ കുറിപ്പ് വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ പരിശോധിച്ചാൽ വിശദ വിവരങ്ങൾ ലഭ്യമാകും. പ്രാർത്ഥനയോടുകൂടെ വചനധ്യാനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. സെലിബ്രേറ്റിംഗ് ദ ഗുഡ് ന്യൂസ്. ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വചന പഠനത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ ചോദ്യം ഇതാണ്: ഈ വർഷത്തെ ക്രിസ്തുമസ് എങ്ങനെ ആഘോഷിക്കാനാണ് ഞാൻ നിങ്ങളും പദ്ധതികൾ ഒരുക്കുന്നത്? പലരും പല വിധത്തിലായിരിക്കും മറുപടി പറയുന്നത്. പക്ഷേ എൻ്റെ നിരീക്ഷണത്തിൽ ഭൂരിഭാഗം കാണാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ക്രിസ്തുമസ് അല്ലെങ്കിൽ ആഘോഷങ്ങൾ പ്രാധാന്യം നൽകുന്നത്. ഒന്ന്, പണത്തിന്. ചിലർ പണം ചെലവഴിച്ച് ഈ ക്രിസ്തുമസൊക്കെ ആഘോഷിക്കുന്നു. ചിലർ പണം സമ്പാദിക്കാൻ വേണ്ടി ഈ ആഘോഷം അവർ ഒരു ഉപാധിയായി കാണുന്നു. അപ്പോൾ ഒന്ന്, പണത്തിനാണ് പ്രാധാന്യം. രണ്ട്, ഹാപ്പിനെസ്, സന്തോഷത്തിനാണ് പ്രാധാന്യം. പണം ചെലവഴിച്ചിട്ടായാലും പണം സമ്പാദിച്ചിട്ടായാലും ഏത് മാർഗങ്ങളിലൂടെയും ഒരു സന്തോഷം ഉണ്ടാകണം. അപ്പോൾ പണം, സന്തോഷം, ഇങ്ങനെ ഒരു ആത്മീയ തലത്തിലല്ലാതെ മനുഷ്യൻ്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ആഘോഷങ്ങൾ നടമാടുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് സദ്വാർത്ത ഘോഷിക്കുന്നതാണ്. ഈ പണത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് ഞാൻ പറയാൻ ഒരു ഉദാഹരണമുണ്ട്. നമുക്കറിയാം, കരോളിലും മറ്റ് ഉത്സവങ്ങളിലും, പ്രത്യേകിച്ച് ഘോഷയാത്രയിലൊക്കെ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് സാന്താക്ലോസ്. എന്താണ് സാന്താക്ലോസ്? എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം? സെൻറ്റ് നിക്കോളോസ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ദൈവഭക്തനായ ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു വിശുദ്ധനായിരുന്നു സെയിൻറ്റ് നിക്കോളോസ്. അപ്പോൾ ഈ നിക്കോളോസ് എന്ന് പറയുന്ന വ്യക്തിയെ സ്മരിക്കുന്നതാണ് സാന്താക്ലോസ്. പക്ഷെ അവിടെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ? 19-ാം നൂറ്റാണ്ട് മുതൽ, ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, 19-ാം നൂറ്റാണ്ട് മുതൽ ഈ സാന്താക്ലോസ് ഒരു കച്ചവട ചരക്കായിട്ട് അങ്ങ് മാറി. ഇന്ന് ശരിക്കും പല കരോൾ ശുശ്രൂഷയിലും അതൊരു കോമാളിയായിട്ടാണോ നമ്മൾ കാണുന്നതെന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഒരു ദൈവപുരുഷനെ, ദൈവഭക്തനെ, ഒരു വിശുദ്ധനെ കച്ചവടവൽക്കരിക്കാൻ മടിയില്ലാത്തൊരു സമൂഹമായി, അതിനെ ഇന്നും അർത്ഥം മനസ്സിലാക്കാതെ ആഘോഷിക്കുന്ന ഉത്സവങ്ങളുടെ ഒരു ഭാഗമായി ക്രിസ്തുമസ് പോലെയുള്ള ആഘോഷങ്ങൾ മാറുമ്പോൾ എന്താണ് ക്രിസ്തുമസിൻ്റെ ആത്മീയ അർത്ഥം? സദ്വാർത്ത ആഘോഷിക്കുക, സെലിബ്രേറ്റിംഗ് ദ ഗുഡ് ന്യൂസ്. വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്കൊരുങ്ങാം. എന്താണ് ഗോസ്പൽ? ക്രിസ്തുമസ് എന്ന് പറയുന്നത് സദ്വാർത്തയുടെ ആഘോഷമാണെങ്കിൽ എന്താണ് ഗുഡ് ന്യൂസ്? എന്താണ് ഗോസ്പൽ? പുതിയ നിയമ പണ്ഡിതനായ N.T. റൈറ്റ്, അദ്ദേഹം അതിന് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് സുവിശേഷം? അദ്ദേഹം പറയുന്നു, സുവിശേഷം എന്ന് പറയുന്നത് ഒരിക്കലും വാങ്ങാൻ കഴിയുന്ന ഒരു രക്ഷയല്ല, നമുക്ക് കിട്ടുന്ന ഒരു രക്ഷയല്ല സുവിശേഷം. മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള വഴിയല്ല സുവിശേഷം. സുവിശേഷം എന്നത് ദൈവത്തിൻ്റെ രാജ്യം അതുപോലെ ഭൂമിയിൽ നിറവേറുന്നതാണ് സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ ജീവിതം അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ഇവിടെ വന്നത് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുക ഒരു മനുഷ്യൻ്റെ വ്യക്തിഗതമായ രക്ഷ എന്ന അനുഭവത്തിലുപരി ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരണം. അപ്പോൾ സദ്വാർത്ത ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പറയത്തില്ലേ, തിരുഹിതം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അതിലേക്ക് വേണ്ടി വെല്ലുവിളികൾ സ്വീകരിക്കുന്നതാണ് ഈ ആഘോഷമെന്ന്
പ്രാർത്ഥനയോടെ പറഞ്ഞ് വചനധ്യാനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ഒരുങ്ങുകയാണ്. വിശുദ്ധ ബൈബിളിൽ പ്രത്യേകിച്ചും ഇന്നത്തെ സുവിശേഷ വേദഭാഗം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെ ഒരാഘോഷത്തിൻ്റെ ഗാനം കാണാൻ കഴിയും. ആ പാട്ട് പാടുന്നത് മറിയയാണ്. നമ്മളതിന് മറിയത്തിൻ്റെ പാട്ടെന്ന് പറയാറുണ്ട്. അതൊരു വെല്ലുവിളി നിറഞ്ഞൊരു പാട്ടാണ്. സമൂഹത്തിൽ ഉയർന്ന പദവിയിലിരുന്നവരെ, പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയ ദൈവം. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തിയായ ഈ ഗാനത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, എല്ലാ ഗാനങ്ങളും ജനിക്കുന്നത് ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. മറിയയുടെ പാട്ടിന് ഒരു പശ്ചാത്തലമുണ്ട്. ഹന്നായുടെ പാട്ടുമായിട്ട് മറിയയുടെ പാട്ടിന് അഗാധമായ ബന്ധമുണ്ടെങ്കിലും വരികൾക്ക് വ്യത്യാസമുണ്ട്. അനുഭവത്തിൽ നിന്നാണ് ഹന്ന ഇത് പാടുന്നത്. ഹന്ന ഈ പാടുന്ന പാട്ടിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പറയുന്ന മറിയം ഗർഭിണിയായ നിമിഷം എലീസബേത്തും ഗർഭിണിയാണെന്ന് ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തെ അറിയിക്കുന്നു. 2 സ്ത്രീകൾ ഗർഭിണിയായി. 1 മറിയം, 2 എലീസബേത്ത്. എലീസബേത്ത് 5 മാസം തൻ്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു ഗർഭത്തിൽ സൂക്ഷിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ചരിത്രം പറയുന്നത് 2 കാര്യങ്ങളാണ്. 1, അവൾ വയസ്സ് ചെന്നവളായിരുന്നു. ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മുൻപിൽ മച്ചി എന്ന് പറയുന്നത്, മക്കളില്ല എന്ന് പറയുന്നത് വലിയൊരു കുറവായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് കിട്ടിയ കുഞ്ഞ് ഒരുപക്ഷെ തനിക്ക് ഒരു അപവാദത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടോ എന്ന് പേടിച്ച് വാർദ്ധക്യത്തിൽ ഒളിച്ച് ജീവിച്ച, തൻ്റെ കുഞ്ഞിനെ മറച്ചു പിടിച്ച എലീസബേത്ത് ഒരു ഭാഗത്ത്. മറ്റൊരു കാര്യം പറയുന്നത്, അന്ന് പെർസിക്യൂഷൻ നടക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തിൽ ഹേരോദാവ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ടായിരിക്കാം എന്ന് മറ്റൊരു വാദവുമുണ്ട്. എന്തായിരുന്നാലും അപവാദം പേടിച്ചോ ഭയപ്പെട്ടോ ഇവൾ തൻ്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഒരു ടെൻഷൻ നിറഞ്ഞ അനുഭവത്തിലായിരുന്നു എലീസബേത്ത്. കന്യക ഗർഭിണിയായി. അതാണ് മറിയം. മറിയവും ടെൻഷനിലാണ്. കാരണം അവൾ വിവാഹ നിശ്ചയം കഴിഞ്ഞവളാണ്. നമുക്കറിയാം, 12 വയസ്സ് 13 വയസ്സാകുമ്പോൾ ഒരു യഹൂദ സ്ത്രീ വിവാഹ നിശ്ചയത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കും. അങ്ങനെയെങ്കിൽ മറിയം വിവാഹ നിശ്ചയം കഴിഞ്ഞവളാണ്. അവൾക്ക് ഒരു പുരുഷനുമായി വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞു. ഹുസ് നെയിം ജോസഫ് എന്നാണ് അവൻ്റെ പേര്. എന്നാൽ അവൾ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന്, സ്വയം അവൾ തകർന്നു പോയിരിക്കും. കാരണം ദൈവമാണ് ഈ ഗർഭം ദൈവം അനുവദിച്ചതാണ്. എന്നാലും വിവാഹ നിശ്ചയം കഴിഞ്ഞ അവൾ, ഒരു പുരുഷന് വേണ്ടി കാത്തിരിക്കുവാൻ വിധിക്കപ്പെട്ട അവൾ സ്വയം തകരാൻ സാധ്യതയുള്ളൊരു മുഹൂർത്തമാണ് ഈ കന്യകയുടെ ഗർഭധാരണം. സ്വയമെന്ന് മാത്രമല്ല കേട്ടോ, മരണശിക്ഷ വരെ അവൾക്ക് കിട്ടാം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം നോക്കുമ്പോൾ അതൊരു നിയമമാണ്. ഒരു സ്ത്രീ അങ്ങനെ ഗർഭിണിയായാൽ അവളെ കൊന്നുകളയാൻ ആവർത്തന പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം പറയുമ്പോൾ കറകളഞ്ഞ ഒരു ദൈവവിശ്വാസിയായ അവൾ മരണശിക്ഷയ്ക്ക് യോഗ്യയായി തീർന്നു എന്നാണ് അതിനർത്ഥം. മാത്രമല്ല, അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിലും മതപരമായ പശ്ചാത്തലത്തിലും സാംസ്കാരിക പശ്ചാത്തലത്തിലും മറിയം നിന്ദിക്കപ്പെട്ടവളാണ്. അപ്പോൾ 2 പേർ ഗർഭിണിയായി. 1 എലീസബേത്ത്, 2 മറിയം. ഈ 2 പേരും ടെൻഷൻ്റെ നടുവിലാണ്, അപവാദത്തിൻ്റെ നടുവിലാണ്. ചുരുക്കി പറഞ്ഞാൽ വധശിക്ഷ തങ്ങൾക്ക് ലഭിക്കാമെന്ന് സാധ്യതയുള്ള നിയമത്തിൻ്റെ വ്യവസ്ഥയ്ക്കുള്ളിലാണ്. ഇവരാണ് ആഘോഷത്തിൻ്റെ പ്രധാന ആൾക്കാർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളല്ല എൻ്റെ ഹൃദയത്തിൽ ആഘോഷം പകരുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തായാലും ദൈവാശ്രയമുള്ളവർക്ക്
ക്രിസ്തുമസ് ആത്മീയ അർത്ഥത്തിൽ ആഘോഷിക്കാൻ കഴിയും. ഈ രണ്ടുപേരും ടെൻഷൻ്റെ നടുവിലാണെങ്കിലും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയും, രണ്ടുപേരും ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നു. ട്രസ്റ്റ് ഇൻ ഗോഡ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഒരു വിഷയമേ അല്ല. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ ദാരിദ്ര്യമാകാം, കടഭാരമാകാം, പ്രതിസന്ധികളാകാം, ഒറ്റപ്പെടുത്തലാകാം, ചെയ്യാത്ത തെറ്റുകൾക്ക് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട അവസ്ഥയാകാം, ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറയുന്ന അനുഭവമാകാം. ഇതാണല്ലോ എലിസബത്തും ഈ പറയുന്ന മറിയവും നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ നടുവിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൻ്റെ കരം പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ ക്രിസ്തുമസ് നിനക്ക് ഒരു ആഘോഷമായി തീരും. ആ ആഘോഷത്തിൻ്റെ ഒരു വിവരണത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പ്രവേശിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ ആഘോഷം ആരംഭിക്കുകയാണ്. മറിയം ബന്ധപ്പെട്ട് എലിസബത്തിനെ കാണാൻ പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 70 കിലോമീറ്ററാണ് ദൈർഘ്യം. ഈ 70 കിലോമീറ്റർ താണ്ടി ഒരു മലയുടെ മുകളിൽ താമസിക്കുന്ന എലിസബത്തിനെ കാണാൻ പോകുന്ന മറിയം, ടെൻഷൻ്റെ നടുവിൽ തന്നെപ്പോലെ വൈഷമ്യത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ തന്നെപ്പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ മറിയം കടന്നു ചെല്ലുന്നു. ആഘോഷം അവിടെ ആരംഭിക്കുകയാണ്. മറിയയുടെ വന്ദന സ്വരം കേട്ടപ്പോൾ, ഗ്രീറ്റിംഗ്സ്, കൺഗ്രാജുലേഷൻ, ആ വന്ദന സ്വരം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി സന്തോഷിക്കുന്ന എലിസബത്തിനെ കാണാൻ കഴിയും. അത് 40-ാം വാക്യം. 39-ാം വാക്യത്തിൽ മറിയം ആ സ്ഥലത്തെത്തുകയും 40-ാം വാക്യത്തിൽ ആശംസ എലിസബത്തിനെ അറിയിക്കുകയും 41-ാം വാക്യത്തിൽ ആ ആശംസ ആഘോഷത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. എലിസബത്തിൻ്റെ സന്തോഷവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ അവസ്ഥയും. തുടർന്ന് എലിസബത്ത്, ശ്രദ്ധിക്കണേ, ഒരു സ്ത്രീയാണ് എലിസബത്ത്. ഈ സ്ത്രീ മറ്റൊരു സ്ത്രീയെ പ്രശംസിക്കുകയാണ്. നമ്മൾ രസകരമായിട്ടെങ്കിലും പറയും, സ്ത്രീയുടെ ശത്രു സ്ത്രീയാണ്. ഇതാ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുന്ന സമയത്തും അവൾക്കുണ്ടാകുന്ന സന്തോഷം, ഉദരഫലത്തിനുണ്ടാകുന്ന സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്നാണ് മറിയത്തിൻ്റെ പാട്ട് ആരംഭിക്കുന്നത്. ഇന്നത്തെ വചനധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടെ ഒരു സെൻറ്റൻസ് പറഞ്ഞ് വചനധ്യാനം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സെൻറ്റൻസ് ഇങ്ങനെയാണ്: ഓൾ സെലിബ്രേഷൻ ഷുഡ് ബി ജനറേറ്റഡ് ബൈ ഗ്രീറ്റിംഗ്സ്. എല്ലാ ആഘോഷങ്ങളും ആരംഭിക്കുന്നത് ആശംസയിൽ നിന്നാണ്. നമ്മുടെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് കേട്ടോ. നമ്മുടെ വാക്കുകളിൽ നിന്ന് വേണം എല്ലാ ആഘോഷങ്ങളും ആരംഭിക്കാൻ. മറിയം എലിസബത്തിനെ ഗ്രീറ്റിംഗ്സ് പറഞ്ഞു. എലിസബത്ത് മറിയത്തെ ബ്ലസ് ചെയ്തു, അല്ലെങ്കിൽ അവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞു. ഓൾ സെലിബ്രേഷൻ ഷുഡ് ബി ജനറേറ്റഡ് ബൈ ഗ്രീറ്റിംഗ്സ്. അപ്പോൾ ഒരു ചോദ്യം, നമ്മളും ധാരാളം പേരെ ആശംസിക്കുന്നവരാണ്, അവരും നമ്മെ ആശംസിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതൊന്നും ഒരു ആഘോഷമായി തീരുന്നില്ല? ഒരു ലളിതഗാന മത്സരം നടന്നെന്നിരിക്കട്ടെ, ഞാനും എൻ്റെ ഒരു സുഹൃത്തും പങ്കെടുത്തു. ഞങ്ങൾ രണ്ടുപേരും കഠിനമായിട്ട് പരിശീലിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിജയിക്കാൻ ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങൾ കണ്ടവരാണ് ഞങ്ങൾ. അദ്ദേഹം ജയിച്ചു. എൻ്റെ മനസ്സിൽ ആ നിമിഷം ഓടി വരുന്നത് നിരാശയായിരിക്കും. ഇത്രയും ഞാൻ ശ്രമിച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു അനുഭവമായിരിക്കും. അതിൻ്റെ നടുവിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു ഷേക്കൻഡ് കൊടുത്തിട്ട് ഞാൻ പറയുകയാണ്, കൺഗ്രാജുലേഷൻ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുമാത്രം ആത്മാർത്ഥതയായിരിക്കും അതിൻ്റെ അകത്തുള്ളത്? അപ്പോൾ രണ്ട് രീതിയിൽ ആശംസകൾ നമുക്ക് പറയാം. ലൂക്കോസ് സുവിശേഷകൻ അതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു വിശാലമായ ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. ഈ ഭാഗ്യവാൻ എന്ന് പറയുന്ന പദത്തിന്, ബ്ലെസ്സിങ് എന്ന് പറയുന്ന പദത്തിന് ഗ്രീക്കിൽ 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അത് ലൂക്കോസ് സുവിശേഷത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് യൂലോഗിയോ,
ഒന്നാമത്തെ പദം യൂലോഗിയോ, രണ്ടാമത്തേത് മക്കാരിയോസ്. ഈ രണ്ട് പദങ്ങൾ നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ യുഗോലിയോ എന്നുള്ള പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഭാഗ്യവാൻ എന്നുള്ളതിന് മക്കാരിയോസ് എന്ന പദം. എന്താണ് ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? യുഗോലിയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവൻ, ഉള്ളവൾ എന്നർത്ഥം. മക്കാരിയോസ് എന്ന് പറഞ്ഞാൽ വിഷസ് ടു ഗുഡ് ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ തോൽപ്പിച്ച മനുഷ്യൻ്റെ മുമ്പിൽ പോയി കൺഗ്രാജുലേഷൻ പറയുമ്പോൾ കൊള്ളാം, നന്നായിരിക്കുന്നു. എൻ്റെ അകത്ത് ഹൃദയത്തിൽ തൊട്ടുള്ള ഒരാശംസയല്ല, ഒരു റിലീജിയസ് പദമാണ് യുലോഗിയോ. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ആശംസകൾ പലപ്പോഴും ആഘോഷമാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ രണ്ട് പദങ്ങൾ നമ്മെ കുറച്ച് ചിന്തിപ്പിക്കണം. നാം പറഞ്ഞ ആശംസ യുഗോലിയോ ആണോ, നാം പറഞ്ഞ ആശംസ മക്കാരിയോസ് ആണോ? നാം പറഞ്ഞ ആശംസ മക്കാരിയോസ് ആണെങ്കിൽ അതൊരു പുറം മോടിയിൽ പറയുന്ന ഒരാശംസ മാത്രം. യുലോഗിയോ ആണെങ്കിൽ അത് ഹൃദയം തൊട്ടുള്ള ആശംസയാണ്. അപ്പം ഹൃദയം തൊട്ട് എനിക്ക് എൻ്റെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യരെ, കുടുംബാംഗങ്ങളെ, സഭാംഗങ്ങളെ ആശംസിക്കാൻ കഴിയുമ്പോഴാണ് ഈ ക്രിസ്തുമസ് സദ്വാർത്തയുടെ ആഘോഷമായി തീരുന്നത്. ദൈവത്തിൻ്റെ രാജ്യം അതുപോലെ ഈ ഭൂമിയിൽ എത്തിച്ചേരുന്നത്. അതിന് നമുക്ക് 3 അറിവുകൾ ഇന്നത്തെ ലേഖന വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ ഈ 3 അറിവുകൾ നമുക്ക് ലഭിക്കും. ഈ 3 അറിവുകൾ വളരെ പ്രാർത്ഥനയോടെ കൂടെ പറഞ്ഞ് ഇന്നത്തെ വചന ധ്യാനത്തിന് ഞാൻ വിരാമം കുറിക്കാം. സംഭവം നമുക്കറിയാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം ആരംഭിക്കുന്നത് ശൗലിൻ്റെ മാനസാന്തരമാണ്. ദമസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് നിലത്ത് വീണ് അന്ധനായി മാറുന്ന ശൗൽ. 10 മുതൽ വായിക്കുമ്പോൾ, 9-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ ദൈവം അനന്യാസിനെ ക്ഷണിക്കുകയാണ്. അനന്യാസിനെ ഒരു ദർശനത്തിലാണ് ദൈവം ഈ അരുളപ്പാട്, ഈ ഒരു ദൈവത്തിൻ്റെ ശബ്ദം അവനെ കേൾപ്പിക്കുന്നത്. അനന്യാസിനോട് പറയുന്നു, നീ നേർവീഥി എന്ന് പറയുന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ പോകണം, അവിടെ ഒരുത്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാരെന്നറിയോ? അവൻ്റെ പേരാണ് ശൗൽ. ഞെട്ടിപ്പോയി. അനന്യാസ് ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ദൈവമേ, നിനക്കറിയോ അവൻ ആരാണെന്ന്? പലരും പറഞ്ഞിരിക്കുന്നത് അവൻ അനേകം വിശുദ്ധന്മാരെ കൊന്നൊടുക്കിയവനെന്നാണ്. മാത്രമല്ല, അവൻ്റെ കയ്യിൽ മഹാപുരോഹിതന്മാർ കൊടുത്ത അധികാരപത്രമുണ്ട്. 15-ാം വാക്യത്തിൽ ദൈവം അവനോട് സംസാരിക്കുകയാണ്. അവൻ നീ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, അവനെ ഞാൻ വിശേഷതയുള്ളവനാക്കി മാറ്റാൻ ആഗ്രഹിക്കുക. ഈ വചനധ്യാനം നമ്മെ എന്താ പഠിപ്പിക്കുന്നത്? ഒന്നാമത്തെ ധ്യാന ചിന്ത, ഈ ക്രിസ്തുമസ് സദ്വാർത്തയുടെ ആഘോഷമാക്കാൻ എന്നിലുണ്ടാകേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, മസ്റ്റ് ബി ഏബിൾ ടു സീ ത്രൂ ഗോഡ്. നമ്മളുടെ കാഴ്ചകൾ ദൈവത്തിലൂടെ കാണാൻ നമുക്ക് കഴിയണം. മനുഷ്യന് ഒരു കാഴ്ചയുണ്ട്, ദൈവത്തിന് മറ്റൊരു കാഴ്ചയുണ്ട്. മനുഷ്യൻ്റെ കാഴ്ചയും ദൈവത്തിൻ്റെ കാഴ്ചയും വ്യത്യാസമുണ്ട്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാഴ്ചകൾ കാണാൻ തുടങ്ങുമ്പോൾ ആഘോഷം അവിടെ ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 10-ഉം 11-ഉം വായിക്കുമ്പോൾ ദൈവം ദർശനത്തിലൂടെ, ദർശനത്തിലൂടെ സംസാരിക്കുക, കാഴ്ചയിലൂടെ സംസാരിക്കുക. എന്താണ് കാഴ്ച? ഇന്നലെ വരെയും അവൻ കണ്ടതല്ല ഇന്ന് അവൻ കാണുന്നത്. ഇന്നലെ വരെയും ശൗലെന്ന് പറയുന്നത് എല്ലാവരെയും ഉപദ്രവിക്കുന്നവനെന്ന് അവൻ കണ്ടിരുന്ന സ്ഥലത്ത്
ദൈവം മറ്റൊരു കാഴ്ച, നേർവീഥി എന്ന് പറയുന്ന സ്ഥലത്ത് യൂദായുടെ വീട്ടിൽ. ആരാണ് ഈ യൂദ? ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒരു വളരെ പ്രസക്തമായൊരു അഭിപ്രായം യേശുവിൻ്റെ സഹോദരനായ യൂദ. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. ജെയിംസ്, ജോസെ, ജൂദ, സീമോൻ, ഈ 4 പേര് യേശുവിൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നുണ്ട്. അതിലെ യൂദായുടെ ഭവനം. ഈ യൂദായുടെ ഭവനത്തിൽ അവൻ ചെയ്യുന്നത്, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുമോ? അങ്ങനെ കാണാൻ കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നില്ലേ, ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തിയില്ലേ, ആ മനുഷ്യനെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ആ മനുഷ്യനെ ആശ്ലേഷിക്കാൻ കഴിയും. എന്തുകൊണ്ട് പല പ്രശ്നങ്ങളും തീരുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കണ്ണുകളിലൂടെയാണ് കാര്യങ്ങൾ കാണുന്നത്. എൻ്റെ കണ്ണുകളിലൂടെ ഞാൻ കാര്യങ്ങൾ കാണുമ്പോൾ ഓരോ മനുഷ്യനെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ചില ധാരണകളുണ്ട്. ആ ധാരണകൾ ഒരിക്കലും അവനെ എന്നിലേക്ക് അടുപ്പിക്കത്തില്ല. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ മനുഷ്യനെ കാണാൻ ശ്രമിക്കുമ്പോൾ ആ മനുഷ്യൻ എന്നിലേക്ക് അടുക്കപ്പെടും. കാരണം ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്നൊരു മനുഷ്യൻ ഇന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നത് യേശുവിൻ്റെ സഹോദരനായ യൂദായുടെ ഭവനത്തിലാണ്. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആരെയാണോ അവൻ ഉപദ്രവിച്ചിരുന്നത്, ആരെയാണോ തകർത്തിരുന്നത്, അവൻ്റെ വീട്ടിൽ ഒരു സേഫായിട്ടിരിക്കുന്ന ശൗൽ. മാത്രമല്ല, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാഴ്ചകളുടെ വ്യത്യാസം മനസ്സിലാക്കിയാൽ ആഘോഷങ്ങൾ ആരംഭിക്കപ്പെടും. കാഴ്ചകൾ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കാഴ്ചകളൊന്ന് മരവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ പറയും. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാഴ്ചകൾ കാണാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങിയാൽ ഈ ക്രിസ്തുമസ് പണത്തിൻ്റെ ആഘോഷമാകത്തില്ല. ഈ ക്രിസ്തുമസ് വെറും സന്തോഷത്തിൻ്റെ ആഘോഷമാകത്തില്ല. ക്രിസ്തുമസ് സദ്വാർത്തയുടെ ആഘോഷമാകും. എന്താണ് സദ്വാർത്ത? സ്വർഗത്തിലെ ഹിതം ഈ ഭൂമിയിൽ നിറവേറും. ദൈവരാജ്യം ഈ ഭൂമിയിൽ വരും. അതിന് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ മനുഷ്യനെ കാണാൻ നമുക്ക് കഴിയണം. 2, ഹിയറിങ്സ് ആർ ബീയിങ് റിവൈവ്ഡ്. കേൾവികൾ പുനഃപരിശോധിക്കപ്പെടണം. 13-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നിന്റെ വിശുദ്ധന്മാരെ കൊന്നൊടുക്കുന്നവനായിട്ട്, നശിപ്പിക്കുന്നവനായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. പലതും പറയും കേട്ടോ. നമ്മൾ കേട്ടതെല്ലാം ഒന്ന് പുനഃപരിശോധിക്കണം. കേട്ടത് അപ്പടി വിശ്വസിക്കുന്നവരാ നമ്മൾ. അതിനേക്കാൾ ഇരട്ടി പറഞ്ഞു നടക്കുന്നവരാ നമ്മൾ. പോരാ, ഞാൻ ഇങ്ങനെ പറയും, കേട്ടത് മാത്രം പോരാ, കണ്ടതും പുനഃപരിശോധിക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയത്തില്ലേ, കണ്ണ് ചതിക്കത്തില്ലല്ലോ, ഞാൻ നേരിട്ട് കണ്ടതാ. ഞാൻ എൻ്റെ കുഞ്ഞു നാളിൽ ഒരു അച്ഛൻ പറഞ്ഞ് കേട്ടൊരു കഥയുണ്ട്. ഒരു വചനം പ്രസംഗിക്കാൻ ഒരു സഭയിൽ വന്ന ഒരു പ്രസംഗകൻ പ്രസംഗിച്ചു. പണ്ടൊക്കെ വാഹനങ്ങളൊന്നുമില്ലല്ലോ, നടന്നു പോവുക. നന്നായിട്ട് വിശന്ന് അദ്ദേഹത്തിന് കഴിക്കാൻ ഒന്നും കിട്ടിയില്ല. അദ്ദേഹം ഒരു കള്ള് ഷാപ്പ് കണ്ടു. വിശന്നിട്ടാണ് അദ്ദേഹം ആ കള്ള് ഷാപ്പിൽ കയറി കപ്പയും മീൻകറിയും കഴിച്ചു പുറത്തിറങ്ങി അദ്ദേഹം നടന്നു പോകുന്നത് അന്ന് ദൈവാലയത്തിൽ വന്ന ഒരു വിശ്വാസി കണ്ടു. ആ വിശ്വാസി എല്ലാവരോടും പറഞ്ഞു, ഇന്ന് രാവിലെ പ്രസംഗിച്ച മനുഷ്യനുണ്ടല്ലോ, കള്ളു കുടിക്കാൻ പോയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. കണ്ണുകൊണ്ട് കണ്ടതുപോലും യാഥാർത്ഥ്യങ്ങളാകണമെന്നില്ല. കാഴ്ചകൾ പുനഃപരിശോധിക്കപ്പെടണം. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിയണം. 2, കേൾവിയും കാഴ്ചയും ഒന്ന് പുനഃപരിശോധിക്കണം. പുനഃപരിശോധിക്കുമ്പോൾ മനസ്സിലാകും, ഇന്നുവരെയും നമ്മൾ കരുതിയതല്ല കാര്യങ്ങൾ. അവിടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. 3, there must be radical change in our perceptions. നമ്മുടെ ധാരണകൾക്കൊരു മാറ്റം ഉണ്ടാകണം. 14-ാം വാക്യം, ശൗലിനെ കുറിച്ചുള്ള ഈ മനുഷ്യൻ്റെ ധാരണ എന്താണെന്നറിയോ?
മഹാപുരോഹിതൻ്റെ അധികാരപത്രം അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവൻ ഏത് നിമിഷവും ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ ഉപദ്രവിക്കും. അതൊരു ധാരണയാണ്. ആ കോൺക്രീറ്റ് പോലെ ഉറച്ച ധാരണയെ ദൈവം മാറ്റുകയാണ്. നമ്മുടെ ധാരണകളൊക്കെ മാറ്റപ്പെടണം. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവിയും ഒന്ന് പുനഃപരിശോധിക്കപ്പെടുമ്പോൾ തീർന്നില്ല, നമ്മുടെ ധാരണകൾ മാറ്റപ്പെടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ ആരംഭിക്കുകയാണ്. 14-ാം വാക്യം കഴിഞ്ഞ് 15-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ വളരെ ശക്തിയായിട്ട് അവിടെ അപ്പോസ്തലനായ പൗലോസ് ആരാണെന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ്. 15-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ്. നീ പറഞ്ഞില്ലേ അവൻ എൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്നവനാണെന്ന്? നീ പറഞ്ഞില്ലേ പലരും പറയുന്നു അവൻ പലരെയും നശിപ്പിച്ചവനാണെന്ന്? നിനക്കൊരു ധാരണയുണ്ട് അവൻ്റെ കയ്യിൽ അധികാരപത്രമുണ്ടെന്ന്. പക്ഷെ അവൻ ആരെന്നറിയോ? ഞാൻ തിരഞ്ഞെടുത്ത പാത്രം. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ദൈവം തിരഞ്ഞെടുത്തവരാണ്. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമുണ്ട്. എല്ലാ മനുഷ്യരെയും ദൈവം തിരഞ്ഞെടുത്തവരാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പ്രാർത്ഥനയോടെ പറയും, നീ വെറുക്കുന്ന മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. തിരുത്തേണ്ടത് അവനല്ല, തിരുത്തേണ്ടത് നീയാണ്. നിന്റെ കാഴ്ചയ്ക്കായിരുന്നു കുഴപ്പം, നിന്റെ കേൾവിക്കായിരുന്നു കുഴപ്പം, നിന്റെ വിഷനായിരുന്നു കുഴപ്പം, നിന്റെ ധാരണകൾക്കായിരുന്നു കുഴപ്പം. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വരാൻ തടസ്സം നിന്നത് അവനല്ല, ഞാനാണ്. ഈ ഒരു ബോധ്യം ഉണ്ടായാൽ അവിടെ ആഘോഷം തുടങ്ങി. അങ്ങനെയാണ് എലീസബേത്തും മറിയവും തമ്മിൽ അഭിനന്ദനം ചെയ്യുന്നത്. നമ്മളൊക്കെ ആശംസിക്കുന്നവരാണ് കേട്ടോ. മക്കാരിയോസ്, അത് ഒരു പുറം മോടി മാത്രം, അത് പോരാ. ഇലോഗിയോ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചതാണ്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ്. ഇത് പറയാൻ കഴിഞ്ഞാൽ ഈ ക്രിസ്തുമസ് സദ്വാർത്തയുടെ ആഘോഷമാകും. വചനധ്യാനത്തിന് ഞാൻ വിരാമം കുറിക്കട്ടെ. ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ വീറും വാശിയും ഉണ്ടായിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അമേരിക്കയിലെ പ്രസിഡന്റ് പദവിയുടെ തിരഞ്ഞെടുപ്പ്. ട്രംപും കമല ഹാരിസും. നമ്മളൊക്കെ അത് നോക്കിക്കണ്ടു. റിസൾട്ട് വന്നു, ട്രംപ് വിജയിച്ചു, കമല ഹാരിസ് പരാജയപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് കമല ഹാരിസിനെയാണ്. എന്താണ് അവരുടെ ഭാവം? അവർ ട്രംപിനെ അഭിനന്ദിച്ചു കേട്ടോ. അഭിനന്ദിക്കുക മാത്രമല്ല, 2024 നവംബർ മാസം 8-ാം തീയതി വെള്ളിയാഴ്ച മലയാള മനോരമയുടെ 7-ാമത്തെ പേജിൽ അവരുടെ വാക്കുകൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരുന്നു. ആ വാക്കുകൾ ഞാൻ വായിക്കാം. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി. തൻ്റെ കൂടെ നിന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി. എൻ്റെ ഹൃദയം നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്നു. എനിക്ക് രാജ്യസ്നേഹമുണ്ട്. എൻ്റെ ഹൃദയം മുഴുവനും അതാണ്. ഈ തോൽവിയിലും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. നാം പോരാടിയത് നേടാനൊന്നും അല്ല കേട്ടോ. തെരഞ്ഞെടുപ്പ് ഫലം നാം അംഗീകരിക്കണം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുക എന്നതാണ്. അടുത്ത വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ തൊട്ടത്. നമ്മുടെ കൂറ് പാർട്ടിയോടല്ല, പ്രസിഡൻറ്റിനോടല്ല, നമ്മുടെ കൂറ് US ഭരണഘടനയോടുകൂടെയാണ്. സ്നേഹിതരെ, നമ്മുടെ കൂറ് ഇവിടുത്തെ ഒരു പ്രസ്ഥാനങ്ങളോടുമല്ല, ഒരു വ്യക്തികളോടുമല്ല, നമ്മുടെ കൂറ് ദൈവത്തോടുകൂടെയാണ്. അതുകൊണ്ട് ദൈവനാമത്തിൽ നമ്മെ വേദനിപ്പിച്ചവരെയും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കണ്ട്, കർത്താവിൻ്റെ ശബ്ദം കേട്ട്, ധാരണകൾ മാറ്റി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തുമസ് ആഘോഷമായി. ഡിസംബർ 1 ഈ ദിവസം നമ്മൾ ഒരുമിച്ച് ഈ വചനം പഠിക്കുമ്പോൾ 2024 ക്രിസ്തുമസ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, പണത്തിൻ്റെ അനുഭവത്തിലാകരുത്,
വെറും സന്തോഷത്തിൻ്റെ അനുഭവത്തിലാകരുത്, സദ്വാർത്തയുടെ ആഘോഷമായി തീരണം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ.